സർഫസ് കെമിസ്ട്രി എന്ന യൂണിറ്റിൻ്റെ റിവിഷനാണ്. ഇതിനകത്ത് ഫോക്കസ് ഏരിയ എന്ന് പറയാൻ എല്ലാം തന്നെ ഫോക്കസ് ഏരിയയിലുണ്ട്. 1-2 ടോപ്പിക്സ് മാത്രമേ ഫോക്കസ് ഏരിയയിൽ ഇല്ലാത്തതായിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മിസ് ഈ കംപ്ലീറ്റ് ലെസൻ്റെ മൈൻഡ് മാപ്പാണ് എടുത്തിരിക്കുന്നത്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് ടുവേർഡ്സ് ദി എൻഡ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് സെഗ്മെൻറ്റ് ഇതാണ്. സർഫസ് കെമിസ്ട്രിയിൽ നമ്മൾ 3 കാര്യങ്ങളാണ് പഠിച്ചത്. ആരെയൊക്കെ കുറിച്ച് പഠിച്ചു? സോപ്ഷൻ, എമൾഷൻസ്, കൊളോയിഡ്സ്. സോപ്ഷൻ എന്ന് പറയുന്നത് 2 കാര്യങ്ങൾ ഒരുമിച്ച് നടക്കുമ്പോഴാണ്. ഏതൊക്കെയാണ്? അഡ്സോപ്ഷൻ, അബ്സോപ്ഷൻ. അഡ്സോപ്ഷൻ സർഫസ് ഫിനോമിനൻ ആണ്. അബ്സോപ്ഷൻ ബൾക്ക് ഫിനോമിനൻ ആണ്. സോപ്ഷന്റെ ഓപ്പോസിറ്റ് ആണ് ഡീസോപ്ഷൻ. അഡ്സോപ്ഷൻ മെക്കാനിസം ആണ് നമ്മൾ പിന്നീട് പഠിച്ചത്. മെക്കാനിസം എന്താണ്? എക്സോതെർമിക് ആണ്. എന്തുകൊണ്ടാണ് എക്സോതെർമിക് ആയതെന്നുള്ളതിൻ്റെ എക്സ്പ്ലനേഷൻ, അതുപോലെ ജിബ്സ് ഇക്വേഷനിലൂടെയുള്ള എക്സ്പ്ലനേഷൻ. അപ്പം ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മുടെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പഠിച്ചത്. ഇനി അടുത്ത സെഗ്മെന്റ് ടൈപ്സ് ഓഫ് അഡ്സോപ്ഷൻ. ഏതൊക്കെയാണ് ടൈപ്സ് ഓഫ് അഡ്സോപ്ഷൻ? കെമിസോപ്ഷൻ ആൻഡ് ഫിസിസോപ്ഷൻ. ഫിസിസോപ്ഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് കാണാൻ നിങ്ങൾക്ക് lack of specificity, reversible, nature of adsorbate, gases having high critical temperatures are easily adsorbed, van der Waals forces ആണ്, attractive force multi-layered ആണ്, low enthalpy ആണ്, increases with increase in surface area. അതുപോലെ കെമിസോപ്ഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് കാണാൻ നിങ്ങൾക്ക് highly specific, irreversible, depends both on the nature of the adsorbate and adsorbent, chemical bond ആണ്, unilayered ആണ്, high enthalpy ആണ്, increases with increase in surface area. അടുത്ത പാർട്ടിൽ അഡ്സോപ്ഷൻ ഐസോതേം. അഡ്സോപ്ഷൻ ഐസോതേം എന്താണ്? അഡ്സോപ്ഷൻ ഐസോതേം മാസ് ഓഫ് ഗ്യാസ് അഡ്സോർബ്ഡ് ഓൺ യൂണിറ്റ് മാസ് ഓഫ് ദി അഡ്സോർബന്റ് ആൻഡ് പ്രഷർ റിലേഷൻഷിപ്പ് ആണ് അല്ലേ? അപ്പൊ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഇനി അഡ്സോപ്ഷൻ ഫ്രം സൊല്യൂഷൻ ഫേസ് നമ്മൾ പഠിച്ചായിരുന്നു. സൊല്യൂഷൻ ഫേസിലെ അഡ്സോപ്ഷന് ഫ്രോൺലിക് അഡ്സോപ്ഷൻ ഐസോതേം എങ്ങനെ വരും? log x by m equal to log k plus 1 by n log c. അവിടെ കോൺസെൻട്രേഷനുമായിട്ടാണ് റിലേഷൻഷിപ്പ്. അപ്പോൾ ഫ്രോൺലിക് അഡ്സോപ്ഷൻ ഐസോതേം കഴിഞ്ഞു. ഇനി നമ്മൾ പഠിച്ചത് ആപ്ലിക്കേഷൻസ് ഓഫ് അഡ്സോപ്ഷൻ ആയിരുന്നു. ആപ്ലിക്കേഷൻസ് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. റിമൂവൽ ഓഫ് കളറിംഗ് മാറ്റർ, ഫ്രൂത്ത് ഫ്ലോട്ടേഷൻ, adsorption indicators, control of humidity, creating vacuum, separation of noble gases, homogeneous catalysis, pharmaceuticals, chromatographic analysis, gas mass. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചതാണ്. ഇത് ഒരു നട്ട് ഷെല്ലിൽ നിങ്ങൾക്ക് എളുപ്പം ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള റെപ്രസെന്റേഷൻസ് ആണ്. അപ്പൊ ഈ ഹെഡിങ്സ് കാണുമ്പോൾ നിങ്ങൾക്ക് അതെന്താണെന്ന് മനസ്സിലേക്ക് വരണം. പിന്നീട് നമ്മൾ കാറ്റലിസ്റ്റുകളെ കുറിച്ചാണ് പഠിച്ചത്. കറ്റാലിസിസ്. കറ്റാലിസിസ് എന്തിനെ കുറിച്ചുള്ള പഠനമാണ്? കാറ്റലിറ്റിക് റിയാക്ഷൻസിനെ കുറിച്ചും കാറ്റലിറ്റിക് ആക്ഷൻസിനെ കുറിച്ചുമുള്ള പഠനമാണ് കറ്റാലിസിസ്. കാറ്റലിസ്റ്റ് പ്രൊമോട്ടറും പോയ്സണുമായിട്ട് റിലേറ്റഡ് ആണ്. കാറ്റലിറ്റിക് ആക്ഷൻ കൂട്ടുന്ന ആളാണ് പ്രൊമോട്ടർ, കാറ്റലിറ്റിക് ആക്ഷൻ ഇൻഹിബിറ്റ് ചെയ്യുന്ന ആളാണ് പോയ്സൺ. കാറ്റലിസ്റ്റിന്റെ 2 പ്രോപ്പർട്ടീസ് ആണ് സെലക്ടിവിറ്റി, ആക്ടിവിറ്റി. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. കറ്റാലിസിസ് 2 തരമുണ്ട്. ഹൊമോജിനസ് കറ്റാലിസിസ്, ഹെട്രോജിനസ് കറ്റാലിസിസ്. ഹോമോജിനസ് കറ്റാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാറ്റലിസ്റ്റും റിയാക്ടൻസും സെയിം ഫേസിലായിരിക്കും, ഒരേ സ്റ്റേറ്റ്. ഗേഷ്യസ് ആണെങ്കിൽ ഗേഷ്യസ് ആയിരിക്കും കാറ്റലിസ്റ്റും റിയാക്ടൻസും, ലിക്വിഡ് ആണെങ്കിൽ ലിക്വിഡ് സ്റ്റേറ്റിലായിരിക്കും. ഇനി ഹെട്രോജിനസ് കറ്റാലിസിസ് എന്ന് പറഞ്ഞാൽ കാറ്റലിസ്റ്റും റിയാക്ടൻസും ഡിഫറെന്റ് ഫേസസിലായിരിക്കും. ഇനി അഡ്സോപ്ഷൻ തിയറി ഓഫ് കറ്റാലിസിസ് പഠിച്ചായിരുന്നു നമ്മൾ. അഡ്സോപ്ഷൻ തിയറിയുടെ സ്റ്റെപ്സ് ആണ് താഴെ താഴെ എഴുതിയിരിക്കുന്നത്. ഡിഫ്യൂഷൻ ടു ദി കാറ്റലിറ്റിക് സർഫസ്, അഡ്സോപ്ഷൻ, പ്രോഡക്റ്റ് ഫോർമേഷൻ, ഡീസോപ്ഷൻ ആൻഡ് ഡിഫ്യൂഷൻ ഓഫ് പ്രോഡക്റ്റ് അവേ ഫ്രം ദി കാറ്റലിറ്റിക് സർഫസ്. പിന്നീട് നമ്മൾ ഷേപ്പ് സെലക്റ്റീവ് കറ്റാലിസിസ് പഠിച്ചിരുന്നു. ഷേപ്പ് സെലക്റ്റീവ് കറ്റാലിസിസ് ഡിപ്പെൻഡ്സ് ഓൺ ദി സൈസ് ആൻഡ് ഷേപ്പ് ഓഫ് ദി പോർ ഓൺ ദി കാറ്റലിറ്റിക് സർഫസ്. എക്സാമ്പിൾ സിയോലൈറ്റ്. സിയോലൈറ്റിന് എക്സാമ്പിൾ ZSM5.
ഇനി കറ്റാലിസിസിൽ എൻസൈം കറ്റാലിസിസ് പഠിച്ചിരുന്നു. എൻസൈംസ് ആരാണ്? ബയോളജിക്കൽ കാറ്റലിസ്റ്റുകളാണ് എൻസൈംസ്. എൻസൈം കറ്റാലിസിസിന്റെ മെക്കാനിസമാണ് ലോക്ക് ആൻഡ് കീ മെക്കാനിസം. ലോക്ക് ആൻഡ് കീ മെക്കാനിസം പ്രകാരം എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഫോം ചെയ്യും. എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ബ്രേക്ക് ചെയ്ത് പ്രോഡക്റ്റ് റിലീസാകും. എൻസൈംസിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ആണ് ഇവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഹൈലി സ്പെസിഫിക്, എഫിഷ്യന്റ്, coenzymes and activators are involved, optimum temperature and pH required, inhibitors can inhibit enzymatic activity. Next is colloids. Colloids are substances in which one substance is dispersed in another substance. Dispersed ആയിട്ടുള്ള സബ്സ്റ്റൻസിനെ ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്നും മീഡിയത്തെ നമ്മൾ ഡിസ്പേർഷൻ മീഡിയം എന്ന് വിളിക്കും. 1 to 1000 നാനോമീറ്റർ ഡയമീറ്റർ ആണ് കൊളോയിഡൽ പാർട്ടിക്കിൾസിന്റെ സൈസ്. ട്രൂ സൊല്യൂഷനിലെ പാർട്ടിക്കിൾസിന്റെ സൈസിനേക്കാൾ കൂടുതലുണ്ടാവും. ഇനി കൊളോയിഡ്സിനെ 3 തരത്തിൽ ക്ലാസിഫൈ ചെയ്യാം. ബേസ്ഡ് ഓൺ ദി ടൈപ്പ് ഓഫ് ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ഡിസ്പേർഷൻ മീഡിയം, based on the interaction between dispersed phase and dispersion medium, based on the type of dispersed phase particles. ഇനി type of dispersed phase and dispersion medium പ്രകാരം നമുക്ക് സോൾ, സോളിഡ് സോൾ, എയറോസോൾ, ജെൽ, എമൾഷൻ എന്നൊക്കെ ക്ലാസിഫൈ ചെയ്യാം. ഡിസ്പേഴ്സ്ഡ് ഫേസ്, സോളിഡ്, ഡിസ്പേർഷൻ മീഡിയം, ലിക്വിഡ്, അങ്ങനെയൊക്കെയാണ് ഈ സോളിഡ് സോൾ, സോൾ, എയറോസോൾ, ജെൽ, എമൾഷൻ എന്നൊക്കെ നമുക്ക് ക്ലാസിഫിക്കേഷൻ കിട്ടിയത്. ഇനി ബേസ്ഡ് ഓൺ ദി ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ഡിസ്പേർഷൻ മീഡിയം തമ്മിലുള്ള അട്രാക്ഷൻ, ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേർഷൻ മീഡിയം തമ്മിലുള്ള അട്രാക്ഷൻ പ്രകാരം നമുക്ക് ലയോഫീലിക്കും ലയോഫോബിക്കും അങ്ങനെ 2 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സോൾസ് കിട്ടി. ഇനി മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദി ടൈപ്പ് ഓഫ് ഡിസ്പേഴ്സ്ഡ് ഫേസ് പാർട്ടിക്കിൾസ്. അനേകം ആറ്റംസ് ചേർന്നിട്ട് ഒരു വലിയ മോളിക്യൂൾ കൊളോയിഡൽ സൈസ്ഡ് ആയിട്ട് മാറിയാൽ അതിനെ മൾട്ടി മോളിക്കുലർ കൊളോയിഡ് എന്ന് പറയും. ലാർജ് മോളിക്യൂൾ ഇറ്റ്സെൽഫ് കൊളോയിഡൽ സൈസ്ഡ് ആണെങ്കിൽ അതിനെ മാക്രോ മോളിക്കുലർ കൊളോയിഡ് എന്ന് പറയും. ഇലക്ട്രോലൈറ്റ്സ് ഒരു പ്രത്യേക കോൺസെൻട്രേഷനിൽ കൊളോയിഡൽ സൈസ്ഡ് ആയിട്ട് അഗ്രിഗേറ്റ് ചെയ്താൽ അതിനെ അസോസിയേറ്റഡ് ഓർ മിസെൽസ് എന്ന് പറയും. ക്ലെൻസിങ് ആക്ഷൻ വീണ്ടും ഡിസ്കസ് ചെയ്യുന്നില്ല, മിസെൽസിലുള്ളതാണ്. ഇനി അടുത്തത് പ്രിപ്പറേഷൻ ആൻഡ് പ്യൂരിഫിക്കേഷൻ ഓഫ് കൊളോയിഡ്സ്. പ്രിപ്പറേഷൻ മെത്തേഡ്സ് ഏതൊക്കെയാണ്? കെമിക്കൽ മെത്തേഡ്സ്. Chemical methods are of 4 types: oxidation, hydrolysis, double decomposition, reduction. മറ്റൊരു മെത്തേഡാണ് ബ്രെഡിക്സ് ആർക്ക് മെത്തേഡ്. another one peptization. ഇനി പ്യൂരിഫിക്കേഷൻ, ഡയാലിസിസ്, ഇലക്ട്രോ ഡയാലിസിസ്, അൾട്രാഫിൽട്രേഷൻ. അൾട്രാഫിൽട്രേഷനിൽ കൊളോയിഡ് യോണിനെ കുറിച്ച് ഓർമ്മിക്കുക. നെക്സ്റ്റ് ഇസ് ദി പ്രോപ്പർട്ടീസ് ഓഫ് കൊളോയിഡ്സ്. ഫസ്റ്റ് വൺ, colligative property. Colligative property are the properties that depend on the number of solute particles. Colloidal particles നെ സംബന്ധിച്ചിടത്തോളം colligative propertiesന്റെ ഓർഡർ കുറവാണ്. കാരണം പാർട്ടിക്കിൾ സൈസ് കൂടിയതുകൊണ്ട് നമ്പർ കുറവായിരിക്കും. നെക്സ്റ്റ് വൺ, Tyndall effect. Tyndall effect means scattering of light by colloidal particles. Colloidal particles കളറ് കാണിക്കും. അതിൻ്റെ കാരണം നമുക്കറിയാം. എങ്ങനെയൊക്കെ കളറ് കാണിക്കും എന്നറിയാം. ബ്രൗണിയൻ മൂവ്മെൻറ്റ്, സിഗ്സാഗ് മോഷൻ ഓഫ് കൊളോയിഡൽ പാർട്ടിക്കിൾസിനെയാണ് ബ്രൗണിയൻ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. ചാർജ് ഓൺ ദി കൊളോയിഡൽ പാർട്ടിക്കിൾസ്. കൊളോയിഡൽ പാർട്ടിക്കിൾസ് ക്യാരി എ ചാർജ് ഓൺ ഇറ്റ്. ആ ചാർജ് കൊണ്ട് അതിന് ഹെൽംഹോൾട്സ് ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ ഫോർമേഷൻ നടക്കും. ഡബിൾ ലെയറിൻ്റെ ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ നമ്മൾ സീറ്റ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഇലക്ട്രോ കൈനറ്റിക് പൊട്ടൻഷ്യൽ എന്ന് വിളിക്കും. അനദർ പ്രോപ്പർട്ടി ഈസ് ഇലക്ട്രോഫോറസിസ്, മൂവ്മെന്റ് ഓഫ് കൊളോയിഡൽ പാർട്ടിക്കിൾസ് അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് എൻ ഇലക്ട്രിക് ഫീൽഡ്. ഡിസ്പേർഷൻ മീഡിയം ആണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ ഇലക്ട്രോ ഓസ്മോസിസ് എന്ന് പറയും. ദെൻ ദി ഫൈനൽ പ്രോപ്പർട്ടി ഈസ് നോൺ ആസ് കൊയാഗുലേഷൻ. കൊയാഗുലേഷൻ ഇസ് ദി settling down of colloidal particles. പിന്നീട് നമ്മൾ കൊയാഗുലേഷൻ മെത്തേഡ്സ് ആണ് പഠിച്ചത്. കൊയാഗുലേഷൻ മെത്തേഡ്സ്
പെർസിസ്റ്റന്റ് ഡയാലിസിസ്, വീണ്ടും വീണ്ടും ഡയാലിസിസ് നടത്തിക്കൊണ്ടിരിക്കുക. ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്പേർഷൻ മീഡിയം ഇവാപ്പറേറ്റ് ചെയ്ത് പോകും. ഇലക്ട്രോഫോറസിസ് കൊണ്ട് നമുക്ക് കൊയാഗുലേഷൻ നടത്താം. ആഡിങ് ഇലക്ട്രോലൈറ്റ്സ്, മിക്സിംഗ് ഓഫ് ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് കൊളോയിഡ്സ്. ആഡിങ് ഇലക്ട്രോലൈറ്റ്സിൽ നമ്മളൊരു റൂൾ പഠിച്ചു, ഹാർഡി-ഷൂൾസ് റൂൾ. എന്തായിരുന്നു അത്? ഗ്രേറ്റർ ദി ചാർജ് ഓൺ ദി ഇലക്ട്രോലൈറ്റ്, ഗ്രേറ്റർ വിൽ ബി ഇറ്റ്സ് കൊയാഗുലേറ്റിംഗ് പവർ. അതുപോലെ കൊയാഗുലേറ്റിംഗ് വാല്യൂ is the power of an electrolyte. It is defined as the minimum amount of electrolyte in millimoles per liter required to cause the precipitation of a sol in 2 hours. ഓർമ്മയുണ്ടോ? ഇനി സ്റ്റെബിലിറ്റി ഓഫ് ലയോഫിലിക് സോൾസിന്റെ കാരണമാണ് ഇവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ചാർജ്, മറ്റൊന്ന് സോൾവേഷൻ. അപ്പോൾ ചാർജും സോൾവേഷനും റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലയോഫിലിക് സോൾസിനെയും കൊയാഗുലേറ്റ് ചെയ്യിക്കാനായിട്ട് സാധിക്കും. പിന്നെ ഒരു കാര്യമുള്ളത്, ലയോഫോബിക് സോൾസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ലയോഫിലിക് സോൾസുമായിട്ട് മിക്സ് ചെയ്യാം. നെക്സ്റ്റ് സെഗ്മെന്റ് ഇസ് എമൾഷൻസ്. Emulsions are liquid dispersions. Emulsions are of 2 types. ഏതൊക്കെയാണ്? Oil in water, water in oil. Oil water ടൈപ്പിന് എക്സാമ്പിൾ ആണ് മിൽക്ക്, വാനിഷിംഗ് ക്രീം. വാട്ടർ ഇൻ ഓയിലിന് എക്സാമ്പിൾ ആണ് ബട്ടർ, ക്രീം. ഈ എമൾഷൻസിനെ സ്റ്റെബിലൈസ് ചെയ്യാനായിട്ട് നമുക്ക് എമൾസിഫൈങ് ഏജൻസിനെ ഉപയോഗിക്കാം. എമൾസിഫൈങ് ഏജൻസ് ഫോർ ഓയിൽ ഇൻ വാട്ടർ സിസ്റ്റം: proteins, gums, soaps. Emulsifying agents for water in oil system: heavy metal salts of fatty acids, long chain alcohol, lamp black, etc. Last segment, colloids around us and applications of colloids. നമുക്ക് ചുറ്റും കാണുന്ന colloids, food particles, blood, fog, mist clouds ആണ്. ഇവിടെ ഒരു ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. mist it is. soil, formation of delta, blue color of sky. The applications: cleansing action of soap, rubber, latex formation ഒക്കെ പഠിച്ചില്ലേ നമ്മൾ. leather tanning, water purification, alum ഉപയോഗിക്കുന്നത്, smoke precipitator, cotral precipitator, medicines, milk of magnesia ഒക്കെ ഓർമ്മയുണ്ടാകും, photography, textiles, paper, paint, plastic industry, etc. അപ്പോൾ ഇതൊക്കെയാണ് colloidsന്റെ applications. Question: Bredick's arc method is used to prepare which of the following sol? A. Silver sol, B. Gelatin sol, C. Cadmium sulfide sol, and D. Arsenic sulfide sol. ഇതിൽ ഏതാണ് ബ്രെഡിക്സ് ആർക്ക് മെത്തേഡ് കൊണ്ട് നിർമ്മിക്കുന്നതെന്നാണ് ചോദ്യം. ഏതാണ്? സിൽവർ മെറ്റൽ സോൾസ് ആണ് ബ്രെഡിക്സ് ആർക്ക് മെത്തേഡ് കൊണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. കഴിഞ്ഞ വർഷത്തെ ഒരു ചോദ്യം, വാട്ട് ഈസ് മെന്റ് ബൈ ഇലക്ട്രോഫോറസിസ്? എന്താണ് ഇലക്ട്രോഫോറസിസ്? ഇലക്ട്രോഫോറസിസ് ഇസ് ദി മൂവ്മെന്റ് of colloidal particles under the influence of an electric field. ഒരു ഇലക്ട്രിക് ഫീൽഡിന്റെ ഇൻഫ്ലുവൻസിൽ കൊളോയിഡൽ പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റിനെയാണ് എന്ത് പറയുന്നത്? ഇലക്ട്രോഫോറസിസ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ പാർട്ട് ബി ഉണ്ട്. ഇൻ ദി കൊയാഗുലേഷൻ ഓഫ് എ നെഗറ്റീവ് സോൾ, ദി കൊയാഗുലേറ്റിംഗ് പവർ ഇസ് ഇൻ ദി ഓർഡർ Al3+ greater than Ba2+ greater than Na+. Name and state the rule behind this. അതായത് ഒരു നെഗറ്റീവ് സോളിന്റെ കൊയാഗുലേഷനിൽ കൊയാഗുലേറ്റിംഗ് പവർ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഈ റൂളിന്റെ പേരും ആ റൂള് സ്റ്റേറ്റ് ചെയ്യാനുമാണ് ചോദ്യം. എന്താണ് ഈ റൂള്? ഇറ്റ് ഈസ് ഹാർഡി-ഷൂൾസ് റൂൾ. എഴുതാം.
Hardy-Schulz rule. ഇനി ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എഴുതാം നമുക്ക്. Greater the valence or charge on the ion, greater will be its power to coagulate an oppositely charged soul. The ion that is more effective for the coagulation of negatively charged As2S3 is options ആണ് A Al3+, B PO4 3-, C SO4 2-, D Na+. ചോദ്യം എന്തായിരുന്നു? As2S3 നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ളൊരു സോളാണ്. അതിനെ കൊയാഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള അയോൺ ഏതാണ് ഈ ഓപ്ഷൻസിൽ? നെഗറ്റീവ് ചാർജുള്ള കൊളോയിഡിനെ പോസിറ്റീവ് ചാർജുള്ള അയോൺ ഉപയോഗിച്ചിട്ടാണ് കൊയാഗുലേറ്റ് ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ നമ്മൾ നേരത്തെ കുറച്ച് മുമ്പ് ഹാർഡി-ഷൂൾസ് റൂൾ പറഞ്ഞതാണ്. ഗ്രേറ്റർ ദി ചാർജ് ഗ്രേറ്റർ വിൽ ബി ഇറ്റ്സ് കൊയാഗുലേറ്റിംഗ് പവർ. അപ്പം നെഗറ്റീവ്ലി ചാർജ് ആയതുകൊണ്ട് ഇവിടെ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് ചാർജുള്ള ആൾ അയാളായിരിക്കും ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ളത്. സോ A is the answer. Al3+ is the answer. Next question. Briefly explain the different types of emulsions and give example for each. Emulsionsന്റെ different typesഉം അതിനുള്ള എക്സാമ്പിൾസും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എഴുതാം. Emulsions. Emulsions are colloidal systems in which the dispersed phase as well as the dispersion medium are liquids അല്ലേ? രണ്ടും ലിക്വിഡ്സ് ആയിരിക്കും. പിന്നെ എന്ത് എഴുതും? രണ്ടിൻ്റെയും ടൈപ്സ് അല്ലേ? രണ്ട് ടൈപ്പാണുള്ളത്. ഏതൊക്കെയാണ്? The two types of emulsions are A. Oil in water. അതിനെ O⁻W എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ എന്താണ്? ഓയിൽ ഇസ് ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് വാട്ടർ ഇസ് ദി ഡിസ്പേർഷൻ മീഡിയം. ഓയിൽ ഇസ് ദി ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് വാട്ടർ ഇസ് ദി ഡിസ്പേർഷൻ മീഡിയം. അങ്ങനെയുള്ള എമൾഷൻസിനെയാണ് ഓയിൽ ഇൻ വാട്ടർ ടൈപ്പ് എമൾഷൻസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ: മിൽക്ക്. ഫാറ്റ് ഡിസ്പേഴ്സ്ഡ് ഇൻ വാട്ടർ ആണ്. ലിക്വിഡ് ഫാറ്റ് ഡിസ്പേഴ്സ്ഡ് ഇൻ വാട്ടർ ആണ് മിൽക്ക്. ബി. വാട്ടർ ഇൻ ഓയിൽ. അബ്രീവിയേഷൻ ആയിട്ട് നമുക്ക് W⁻O എന്ന് എഴുതാം. ഇതിൽ ഡിസ്പേഴ്സ്ഡ് ഫേസ് ആരാണ്? വാട്ടർ ഇസ് ദി dispersed phase and oil is the dispersion medium. Example: cream. Cream
വാട്ടർ ഡിസ്പേഴ്സ്ഡ് ഇൻ ഓയിൽ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദി ടേംസ് zeta പൊട്ടൻഷ്യൽ, ഇലക്ട്രോഫോറസിസ് ആൻഡ് ഇലക്ട്രോഓസ്മോസിസ്. ഇതിൽ ഇലക്ട്രോഫോറസിസ് നമ്മളിപ്പോൾ തന്നെ ഡിസ്കസ് ചെയ്തേ ഉള്ളൂ. നമുക്ക് zeta പൊട്ടൻഷ്യൽ എന്താണെന്ന് നോക്കാം. zeta പൊട്ടൻഷ്യൽ, zeta potential is the potential difference between the stationary layer and the mobile layer of the electric double layer. Electric double layer that forms around a colloidal sole. അപ്പോൾ zeta പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് കൊളോയിഡൽ പാർട്ടിക്കിളിന് സറൗണ്ട് ചെയ്തിട്ട് ഉണ്ടാകുന്ന ഒരു ഇലക്ട്രിക്കൽ ഡബിൾ ലെയറിൻ്റെ സ്റ്റേഷനറി ഫേസും മൊബൈൽ ലെയറും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. ഇനി ഇലക്ട്രോ ഓസ്മോസിസ് ആണ്. ഇലക്ട്രോ ഓസ്മോസിസ് is the movement of the dispersion medium when the movement of dispersed phase is prevented somehow in the field of an electric potential. ഇലക്ട്രോഫോറസിസ് എന്താണെന്ന് നമുക്കറിയാം. ഇലക്ട്രോഫോറസിസിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇൻഫ്ലുവൻസിലാണ് കൊളോയിഡൽ പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നതെന്ന് നമുക്കറിയാം. ഇനി ഈ കൊളോയിഡൽ പാർട്ടിക്കിൾസിൻ്റെ മൂവ്മെൻറ്റിനെ നമ്മൾ ഏതെങ്കിലും വിധേന പ്രിവെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്പേർഷൻ മീഡിയം മൂവ് ചെയ്യും. ആ ഫിനോമിനനെയാണ് നമ്മൾ ഇലക്ട്രോ ഓസ്മോസിസ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ എനി 3 chemical methods for the preparation of lyophobic colloids with suitable examples. കെമിക്കൽ മെത്തേഡ്സ് എന്ന് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് കെമിക്കൽ മെത്തേഡ്സ് അറിയാം. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ, oxidation. Sulfur sole is prepared by the oxidation of a solution of hydrogen sulfide by sulfur dioxide. ഇതിന് ഇക്വേഷൻ എഴുതാം നമുക്ക്. SO2 plus 2H2S giving sulfur. This is the sole plus H2, 2H2. This is the equation. ഒരു കെമിക്കൽ മെത്തേഡ് ആണ്. നെക്സ്റ്റ് കെമിക്കൽ മെത്തേഡ്, double decomposition. എക്സാമ്പിൾ, ഡബിൾ ഡീകമ്പോസിഷൻ എന്താണെന്ന് അറിയാലോ. ഇനി അതിനൊരു എക്സാമ്പിൾ എഴുതാൻ നമുക്ക്. ആർസനിക് ഓക്സൈഡ് ഓൺ റിയാക്ഷൻ വിത്ത് ഹൈഡ്രജൻ സൾഫൈഡ്. ഡബിൾ ഡീകമ്പോസിഷൻ ആണ്. എന്തുണ്ടാവും? arsenic sulfide, which is the sole, is formed with water. This is another chemical method
ഇനി തേർഡ് കെമിക്കൽ മെത്തേഡ് ഹൈഡ്രോളിസിസ്. ഹൈഡ്രോളിസിസ് എന്താണെന്നറിയാലോ? ഹൈഡ്രോളിസിസ് എഴുതാം. FeCl3 ഫെറിക് ക്ലോറൈഡ് ഹൈഡ്രലൈസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് റിയാക്ഷൻ വിത്ത് വാട്ടർ. എന്തായിരിക്കും ഉണ്ടാവുക? ഫെറിക് ഹൈഡ്രോക്സൈഡ് സോൾ. ദിസ് ഇസ് ദി സോൾ പ്ലസ് HCl. ബാലൻസ് ചെയ്യാം. So this is the third method, that is hydrolysis. കെമിക്കൽ മെത്തേഡ്സ് എന്ന് സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും 3 മെത്തേഡ്സ് എഴുതിയാൽ മതി. ഇലക്ട്രിക്കൽ ഡിസിൻറ്റഗ്രേഷൻ ഓർ ബ്രെഡിക്സ് ആർക്ക് മെത്തേഡ്, പെപ്റ്റൈസേഷൻ ഒക്കെ പറയാം. ഇലക്ട്രിക്കൽ ഡിസിൻറ്റഗ്രേഷൻ ഒന്ന് പ്രത്യേകം പറഞ്ഞു തരാം. ഇലക്ട്രിക്കൽ ഡിസിൻറ്റഗ്രേഷൻ ഓർ ബ്രെഡിക്സ് ആർക്ക് മെത്തേഡ്, ഇത് മെറ്റൽ സോൾസ് പ്രിപ്പയർ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ്. മെറ്റൽ സോൾസ് ആർ പ്രിപ്പയർഡ് യൂസിങ് ദിസ് മെത്തേഡ്. ദി മെറ്റൽ whose soul is to be prepared is kept in a dispersion medium in the form of electrodes. അതായത് ഏത് മെറ്റലിൻ്റെ ആണോ സോള് നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത്, ആ മെറ്റലിനെ നമ്മൾ ഇലക്ട്രോഡായിട്ട് ഒരു ഡിസ്പേർഷൻ മീഡിയത്തിൽ ഇമേഴ്സ് ചെയ്യും. An electric arc is struck between the electrodes. Atoms of the electrode vaporizes, condenses and disperses in the dispersion medium as the whole setup is immersed in an ice bath. ഐസ് ബാത്തിൽ വെച്ചിരിക്കുന്നതുകൊണ്ടാണ് വേപ്പറൈസ് ചെയ്ത ആറ്റംസ് ഡിസ്പേർഷൻ മീഡിയത്തിലേക്ക് പെട്ടെന്ന് കണ്ടൻസ് ചെയ്ത് ഡിസോൾവ് ചെയ്യുന്നത്. കൊളോയിഡൽ സൈസ്ഡ് പാർട്ടിക്കിളായിട്ടാണിത് കണ്ടൻസ് ചെയ്യുന്നത് കേട്ടോ. പെപ്റ്റൈസേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രിപ്പറേഷൻ മെത്തേഡ് കൂടെ ഉണ്ട്. വാട്ട് ഈസ് പെപ്റ്റൈസേഷൻ? പെപ്റ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ ദി പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് a precipitate into a colloidal sol by adding a small amount of electrolyte into the solution. The electrolyte used for this purpose is known as peptizing agent. വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ എഴുതാം. when ferric chloride solution is added to ferric hydroxide precipitate, a reddish
brown ferric hydroxide sol is obtained. അപ്പം ഈ ഫെറിക് ഹൈഡ്രോക്സൈഡ് പ്രസിപ്പിറ്റേറ്റിനെ കൊളോയിഡൽ സൊല്യൂഷനാക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഫെറിക് ക്ലോറൈഡ് എന്ന ഇലക്ട്രോലൈറ്റ്, അതായത് പെപ്റ്റൈസിങ് ഏജൻറ്റ് ആഡ് ചെയ്യും. എന്ത് തന്നെ ആയാലും എക്സ്പെക്റ്റ് ചെയ്യേണ്ട ഒരു ചോദ്യമുണ്ട്, വാട്ട് ഈസ് ഫ്രണ്ട്ലിക് അഡ്സോർപ്ഷൻ ഐസോതേം? എപ്പോഴും ചോദിക്കുന്നതാണ്. എക്സ്പ്ലെയിൻ ദി ടേംസ് ഇൻ ദി ഇക്വേഷൻ. അപ്പോൾ ഫ്രോൺലിക് അഡ്സോർപ്ഷൻ ഐസോതേം എന്താണെന്ന് ആദ്യം നമ്മൾ എഴുതണം. എന്താണ് ഫ്രോൺലിക് അഡ്സോർപ്ഷൻ ഐസോതേം? ദി റിലേഷൻഷിപ്പ് between the extent of adsorption of a gas and pressure is called adsorption isotherm. ഫ്രോൺലിക് അഡ്സോർപ്ഷൻ ഐസോതേം നമുക്ക് എഴുതാം. ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. ഇറ്റ് ഈസ് റിട്ടൺ ലൈക്ക് ദിസ്: x/m is equal to k into p raised to 1/n, where n is greater than 1. ഇനി x/m എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷനിലെ ടേംസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞല്ലോ. ദിസ് ഇസ് ദി എക്സ്റ്റെൻഡ് ഓഫ് adsorption. p is the pressure and k is a constant. ഇത്രയാണ് നമ്മൾ എഴുതേണ്ടത്. ഇനി നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ചില ചോദ്യങ്ങൾ: ഡിഫറൻസ് ബിറ്റ്വീൻ ഫിസി ആൻഡ് കെമീസ് ഓപ്ഷൻ, അത് പഠിക്കുക. അതുപോലെ ഹെട്രോജനസ് ആൻഡ് ഹോമോജനസ് കറ്റാലിസിസ്, അത് പഠിക്കുക. പിന്നെ എൻസൈം കറ്റാലിസിസിൻ്റെ മെക്കാനിസം ഉണ്ടല്ലോ, കറ്റാലിസിസ് മെക്കാനിസം, ലോക്ക് ആൻഡ് കീ മെക്കാനിസം, അത് പഠിക്കുക. ലോക്ക് ആൻഡ് കീ മെക്കാനിസം, അഡ്സോർപ്ഷൻ തിയറി ഓഫ് കറ്റാലിസിസ്, പിന്നെ ഷോർട്ട് നോട്ടായിട്ട് ചോദിക്കാം ഷേപ്പ് സെലക്റ്റീവ് കറ്റാലിസിസ്, പിന്നെ പ്രോപ്പർട്ടീസ് ഉണ്ടല്ലോ, പ്രോപ്പർട്ടീസ് ഓഫ് കൊളോയിഡ്സിൽ ടിൻഡാൽ ഇഫക്റ്റ് പ്രത്യേകം നോക്കുക, ടിൻഡാൽ ഇഫക്റ്റ്. ഓൾസോ കണ്ടീഷൻസ് ഫോർ ടിൻഡാൽ ഇഫക്റ്റ്. Methods for purifying colloids. ഇത് ശ്രദ്ധിക്കുക. അപ്പം ഇത്രയും കാര്യങ്ങളും കൂടെ നിങ്ങളൊന്ന് നോക്കി വയ്ക്കുക നന്നായിട്ട്.